ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഐപാഡ് മിനി A17 Pro. A17 Pro എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 8.3 ഇഞ്ചിന്റെ ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേയോട് കൂടി വരുന്ന ഒരു ഐപാഡ് ആണ്. അതുപോലെ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ വേർഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇത് 256 GB ഇന്റേണൽ സ്റ്റോറേജ് വരുന്ന ഒരു വേർഷൻ ആണ്. നമ്മൾ എന്തായാലും അധികം പറഞ്ഞു കേട്ടുന്നില്ല. ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇത് എന്തായാലും അൺബോക്സ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഐപാഡ് മിനി A17 Proന്റെ ബോക്സ് വരുന്നത് ഇങ്ങനത്തെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ബോക്സ് തന്നെയാണ് ഇതിനും വരുന്നത്. സൈഡൊക്കെ ആണെങ്കിലും ആ ഒരു A17 Pro ഐപാഡ് മിനി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് മേളിൽ കാണാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ 256 GB ഒരു സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഐപാഡ് മിനി A17 Pro വൈഫൈ എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇതിനകത്ത് വേറെ കാര്യമായ കാര്യങ്ങളൊന്നും ഇതിനകത്ത് സൈഡിലോ ഇവിടെയൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് സാധാരണ ഐഫോണുകളിലോ അല്ലെങ്കിൽ മാക്ബുക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന പോലെ കാണുന്ന നമുക്ക് ഇവിടെ ഒരു സ്ട്രിപ്പാണ് വരുന്നത്. നമുക്കിനി എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം. നമുക്ക് ഈ ഒരു മേളിലും താഴെയായിട്ട് 2 ഫുൾ സ്ട്രിപ്പാണുള്ളത്. നമുക്ക് ജസ്റ്റ് ഇത്ര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള വേറൊരു പരിപാടിയില്ല. 2 ഫുൾ സ്ട്രിപ്പ് ഇതേപോലെ എടുത്ത് കളയുക. പിന്നെ നമുക്ക് ഇത് ഇതേപോലെ മേളിലേക്ക് ആക്കി കഴിയുമ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ സാധാരണ ഐഫോണൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് ഇതും വരുന്നത്. ഇതേപോലെ ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്ലിം ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. നല്ല സ്ലിം ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഇതിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഈ സാധനം ഇതിൻ്റെ പെട്ടിക്കകത്ത് ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ പ്രാവശ്യം നമ്മുടെ പുതിയ ഐഫോണിലൊക്കെ വന്ന പോലെ നമുക്ക് ഒരു ചെറിയ കാർഡല്ല, ഇതിനകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഐപാഡിൻ്റെ ബാക്കി ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കനമുള്ളൊരു ബുക്ക് വരുന്നുണ്ട്. മറ്റേലൊക്കെ വരുന്ന പോലെ ഒരു സാധനം ഇതിനകത്ത് കൊടുക്കാതെ ഒന്നും ഇരിക്കുന്നില്ല. അതിനകത്ത് ചാർജിങ് ബ്രിക്ക് ഉണ്ട്. അതുപോലെ USB Type-C to Type-C ഒരു കേബിള് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും തന്നെ ഇതിനകത്തില്ല. അത്രയെങ്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇത് തിരിച്ചു വെച്ചിട്ട് നമ്മുടെ മെയിൻ സാധനത്തിലേക്ക് വരാം. നമുക്കിനി ഇതെന്തായാലും അൺബോക്സ് ചെയ്യാം. നമുക്ക് ഈ ആപ്പിളിൻ്റെ ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ എത്ര സാറ്റിസ്ഫൈങ് ആണെന്നറിയോ സാധനം പൊളിക്കാൻ. ഇതാണ് നമ്മുടെ ഐപാഡ് മിനി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. നമുക്ക് ഇനി വരുന്നത് ഒരു 8.3 ഇഞ്ചിന്റെ ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ് വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ നമുക്ക് ആന്റി റിഫ്ലക്ഷൻ കോട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഡിസ്പ്ലേക്ക്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ A17 Pro ചിപ്പാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് 6 കോർ CPU വരുന്നുണ്ട്. അതുപോലെ 5 കോർ GPU വരുന്നുണ്ട്. 16 കോർ ന്യൂറൽ എഞ്ചിൻ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. ചെറിയ സാധനമാണ്, നല്ല ഹാൻഡി ആണ്. പക്ഷെ നല്ല കിടുക്കൻ ഇതിനകത്ത് നല്ല സ്നാപ്പി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് FCP കാര്യങ്ങളൊക്കെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. നമുക്ക് അതുപോലെ ഇതിൻ്റെ ഒരു മെയിൻ ക്യാമറ വരുന്നത് 12 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറ സിംഗിൾ മൊഡ്യൂൾ ആണ് ഇതിന് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് 4K വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്ന ഒരു 12 മെഗാപിക്സലിന്റെ നമുക്ക് ഇതിനകത്ത് സെൻട്രൽ സ്റ്റേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിനി എന്തായാലും നമുക്കിത് ഓൺ ചെയ്യാൻ നമുക്ക് ഇവിടെ പവർ ബട്ടൺ വരുന്നുണ്ട്. പവർ ബട്ടൺ ഞെക്കി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐപാഡ് ഓപ്പൺ ആയി. ഇനീഷ്യൽ ബൂട്ടിങ് കാര്യങ്ങളൊക്കെ കുറച്ച് സമയം എടുക്കുമായിരിക്കും. നമുക്കിപ്പോൾ ഇതെന്തായാലും ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഇനീഷ്യൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യാം. സാധാരണ നമ്മൾ ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെയുള്ളൂ. വൈഫൈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട്
ഇപ്പോൾ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. നമ്മൾ ആ ഇനീഷ്യൽ ബൂട്ടിങ്ങിന് വേണ്ടി കുറച്ചൊരു സമയം എടുക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആപ്പിൾ ID കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ പെട്ടെന്നൊന്ന് ജസ്റ്റ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് ടച്ച് ID ആണ് വരുന്നത്, ഫേസ് ID അല്ല വരുന്നത്. അപ്പോൾ ടച്ച് ID വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പവർ ബട്ടൻ്റെ ആ ഒരു സ്ഥലത്താണ് നമുക്ക് ഇതിന് ടച്ച് ID വരുന്നത്. നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കത് പിന്നെ സെറ്റപ്പ് ചെയ്യാം. നമ്മുടെ ഇനീഷ്യൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ഇൻബോക്സ് ആയിട്ട് നമുക്ക് വരുന്നത് iOS 18 ആണ് നമുക്ക് വരുന്നത്. നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ iOS 26ലേക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമുക്കിവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ആ കാര്യങ്ങളൊന്നും നമ്മൾ ഇനീഷ്യലി സെറ്റപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ iPad A17 Proൻ്റെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനായിരിക്കത്തില്ല ഇത് യൂസ് ചെയ്യുന്നത്, ഇത് എനിക്ക് വേണ്ടി മേടിച്ച iPad അല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഒരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്